ഓം ശാന്തി. എല്ലാവരുടെയും സ്നേഹവും ആദരവും എല്ലാവർക്കൊപ്പം ഒത്തുചേർന്നുകൊണ്ട് എല്ലാവരുടെ ഹൃദയത്തിലും ഒത്തിരി ഇടം നേടിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് എത്ര സുഖകരമായിട്ടുള്ള കാര്യമാണല്ലേ. നമുക്കൊക്കെ സന്തോഷവും ആനന്ദവും അനുഭവമാവും നമ്മൾ കൂടെ ജീവിക്കുന്ന ആളുകൾ. എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ വീട്ടുകാർ, എൻ്റെ നാട്ടുകാർ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഓഫീസിലെ ആളുകൾ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, ഞാൻ കൂട്ടിമുട്ടുന്ന ആളുകൾ, എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്, എന്നോട് ഇഷ്ടമാണ്, എന്നോട് ആദരവാണ്. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ജീവിച്ചാലും നമുക്ക് പോരാൻ തോന്നിപ്പോവും. ഇത് കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ ലോകം ഇത്ര മോശമായിരിക്കാം, പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കാം, എന്നാലും എൻ്റെ ജീവിതം എത്ര മാധുര്യമുള്ളതാണ്, ഞാൻ ഈശ്വരനോട് ഇന്ന് താങ്ക്സ് പറയട്ടെ എന്ന് നിരവധി ചിന്തിച്ചു പോകും. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സ് ഇന്ന് നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സംസാരത്തിൽ, അഥവാ ഞാൻ ഒരാളായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാറുള്ളത്, ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം എൻ്റെ പുറമെയുള്ള വാക്കുകൾ കൊണ്ട് ഞാൻ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കരുത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പറയാറുള്ള കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ മാധുര്യമുള്ളതായിട്ട് മാറാറുണ്ട്. എനിക്ക് എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ എത്ര ജീവിച്ചാലും മതിയാവില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ലോകത്ത് എല്ലാ സുഖമായിട്ട് ഇവിടെ തന്നെ ജീവിക്കണം എന്നൊന്നുമല്ല. എനിക്ക് പരമമായിട്ടൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ പ്രിയതമനായിരിക്കുന്ന പരമാത്മാവിനൊപ്പം ആ ശിവഭഗവാന് സമാനായിട്ട്, ആ ഈശ്വരന് സമാനായി ഭഗവാന്റെ കയ്യിൽ കൈ പിടിച്ചുകൊണ്ട് എൻ്റെ എന്ന് പറഞ്ഞ് ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നൊരു നിമിഷം, ആ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതേസമയം തന്നെ ആ സ്വീറ്റ്നെസ്സിനെ, ആ വിശാലമായിരിക്കുന്ന ഈശ്വരൻ്റെ സ്നേഹത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുമ്പോൾ എനിക്ക് വ്യത്യാസങ്ങൾ കൂടാതെ സ്നേഹിക്കാൻ പറ്റുന്ന, ഞാൻ പ്രാക്ടിക്കലാക്കുന്ന കുറേ പോയിന്റ്സ് ഉണ്ട്. ഇന്ന് ആ പോയിന്റുകളൊക്കെ അല്ലെങ്കിൽ ആ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്കും തരാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തുടക്കത്തിൽ നിങ്ങൾക്ക് പറയാൻ കുറച്ച് പ്രയാസമായി തോന്നിയാൽ പോലും നിങ്ങളത് 1-2 തവണ പ്രാക്ടിക്കലാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്വീറ്റ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. എത്ര കയ്പുള്ള സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ പോലും ഇത്തരം വാക്കുകൾ നിങ്ങളെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആക്കി മാറ്റും. പതുക്കെ നിങ്ങളുടെ ജീവിതത്തെ ജീവിച്ചാലും മതിയാവില്ല, കൊതി തീരില്ല എന്നൊക്കെ പറയുന്ന നല്ല ജീവിതമാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റുകയും ചെയ്യും. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ തരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഏതൊരാളാണെങ്കിലും ശരിയാണ്, എല്ലാ മനുഷ്യന്മാരിലും കുറച്ചെങ്കിലുമൊക്കെ നല്ല മൊമെൻറ്റ്സ് വരാറുണ്ട്. ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ എനിക്ക് ചെയ്ത് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു മൊമെൻറ്റിൽ ഒരു സപ്പോർട്ട്, ഒരു ഗ്ലാസ് വെള്ളം തന്നെ വിചാരിച്ചോളൂ, എനിക്ക് പോയി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരാൾ നമുക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം തരികയാണ് എങ്കിൽ, ഓ നിങ്ങൾ എത്ര നല്ലതാ, എനിക്ക് ഇപ്പം ഞാൻ കൊതിച്ചൊരു ഗ്ലാസ് വെള്ളം കിട്ടണമെന്ന്, അത് കിട്ടിയല്ലോ, താങ്ക് യു എന്ന് ഹാർട്ടിൽ നിന്ന് ആ താങ്ക്സോട് കൂടിയിട്ട് അവരോടൊന്ന് പറഞ്ഞു നോക്കിയേ, യു ആർ ഗുഡ്, നിങ്ങൾ വളരെ നല്ലത് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ആ തരുന്ന ആളുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം. എന്നും നമുക്ക് ആഹാരം തരുന്നവരായിരിക്കും. ആ ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ ആ ആഹാരത്തിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റിയുള്ള ഫുഡാവുമ്പോൾ, ഓ എന്ത് സൂപ്പർ ഫുഡാണ് കേട്ടോ, ഇന്നത്തെ കറി സൂപ്പറായിട്ടുണ്ട്, ഇന്നത്തെ ഉപ്പേരി സൂപ്പറായിട്ടുണ്ട്, ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിക്കാറുണ്ട്. എൻ്റെ കൂടെയുള്ള ആളുകൾ ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്യും, ചിലപ്പോൾ അവർ കുക്ക് ചെയ്യും. ആര് കുക്ക് ചെയ്യുമ്പോൾ ആ ഫുഡ് കഴിക്കുമ്പോൾ, ഓ ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിതിന് സൂപ്പറായിട്ടുണ്ട്, ഇത് സൂപ്പറബായിട്ടുണ്ട്, വാ ഇത് വണ്ടർഫുൾ ആയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ശബ്ദത്തിലൂടെ ആ കാര്യത്തിന് ഒരു അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ അവരുടെ അനുഭവിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ നിമിഷം അവരുടെ മനസ്സ് നമുക്ക് തരുന്നതായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, ആ നിമിഷം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ബ്ലെസ്സിങ് അവർ ചെന്ന ശേഷം നമ്മൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റാപ്പോർട്ട്, ഒരു റിലേഷൻ, ഒരു എനർജി ലെവൽ കൊടുക്കൽ വാങ്ങൽ, ഇതൊക്കെ യു ആർ ഗുഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചിലവുമില്ല. പക്ഷേ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ദിവസം നിങ്ങൾ ആഹാരം കഴിച്ചു പോരുകയാണ്, അത് കഴിഞ്ഞ ശേഷം കാലങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ അവരെ കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ മറന്നു തന്നെ പോയിട്ടുണ്ടായിരിക്കാം അവരെ. എന്നിരുന്നാൽ പോലും ആ കഴിച്ച സമയത്ത് നിങ്ങൾ അവർക്ക് കൊടുത്തായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ ഉണ്ടല്ലോ. ഒരു പക്ഷേ ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് നിൽക്കാൻ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളെ ഇരുത്തിയോ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോകുന്നു. ഒരു പക്ഷേ നിങ്ങൾ അവരെ മറന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ ആളുകൾ നിങ്ങളെ കാണുമ്പോൾ ഒക്കെ ആ നല്ല പെരുമാറ്റമുള്ള ആളുണ്ടല്ലോ എന്ന രീതിയിൽ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർക്കാനുള്ള നല്ല പോയിന്റാണ് യു ആർ ഗുഡ്, നിങ്ങൾ വളരെ നല്ലതാണ് എന്ന് പറയാനുള്ളതായിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇത് ഞാൻ പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ക്ലോസ് റിലേഷൻസിലാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വേണ്ടി വരിക. ഒരാൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ഫ്രഷൊക്കെ കഴിഞ്ഞിട്ട് അഥവാ എവിടേക്കും കാര്യത്തിനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. കാണാൻ നല്ല ചന്തമുണ്ട്. ഒന്ന് അപ്രീഷിയേറ്റ്, എന്താ കുഴപ്പം, ഓ ഇന്ന് കാണാൻ നന്നായിട്ടുണ്ടല്ലോ,
നമ്മുടെ ഓഫീസിലെ സ്റ്റാഫായിട്ടുള്ള നമ്മുടെ കൊലീഗ്സ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു ദിവസം വരുമ്പോൾ ഒരാൾ കാണാൻ നല്ല അട്രാക്റ്റീവായിട്ടാണ് അവരുടെ ഡ്രസ്സിങ്, അവരുടെ വേഷം, അവരുടെ പെരുമാറ്റം. ഓ, ഇന്നെന്താ കാണാൻ ഇത്തിരി സുന്ദരിയായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കാണാൻ നല്ല ചന്തമായിട്ടുണ്ടല്ലോ, എന്ത് ഭംഗിയാന്ന് കാണാൻ, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലുണ്ടോ എന്നൊന്ന് ചോദിച്ചത് കൊണ്ട് നമുക്ക് എന്ത് നഷ്ടമാവാനാ? നമ്മൾ വിചാരിച്ചോ ഒന്ന് കാണാൻ നന്നായിട്ടുണ്ട്, മനസ്സിൽ വിചാരിച്ചു. പക്ഷെ അത് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടില്ല എങ്കിൽ ആ അപ്രീസിയേഷൻ അവർക്ക് എങ്ങനെയാണ് കിട്ടുക? സിമ്പിളായിട്ട്, ഓ ഇത് കലക്കിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ സാരി നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ ഷർട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് കേട്ടോ, നല്ല ശോഭയുണ്ട് ഇത് കാണാൻ കേട്ടോ, നല്ല ഐശ്വര്യം ഉണ്ട് ഇന്നത്തെ ഡ്രസ്സിങ് കേട്ടോ. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഇതുകൊണ്ട് ഇപ്പം എന്താ വലിയ കാര്യമുള്ളത്? ഒന്നുമില്ല. എന്നാൽ അവരുടെ മനസ്സിന് കൊടുക്കുന്ന സുഖം എത്ര വലുതാണെന്നറിയോ? അതൊത്തിരി വലുതാണ്. ഇങ്ങനെയുള്ള ഒരു കൊച്ചു കാര്യം കൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു അപ്രീസിയേഷനാണ്, ഒരു അംഗീകാരമാണ്, അവരുടെ കർമ്മത്തിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്, അവരുടെ മനസ്സിന് അന്ന് കൊടുക്കുന്നതായിട്ടുള്ള വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലും ഒരിക്കലും വിട്ടുവീഴ്ച വരുത്തരുത്, കുറവ് വരുത്തരുത്. പിന്നെ ഒരാൾ എക്സ്ട്രാ ഒരു ഫേവർ ചെയ്യേണ്ടി വരുമ്പോൾ, അതായത് എനിക്ക് എല്ലാവരും കിട്ടുന്ന കാര്യമല്ലാതെ എനിക്ക് വേണ്ടി ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്തു തരേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ, ഓ താങ്ക് യു, നിങ്ങൾ എത്ര നല്ലവരാണ് എന്ന ഒരു വാക്ക് പറയുന്നത് ഒരു കുഴപ്പമില്ല. യു ആർ സോ ഗുഡ് എന്ന് പറയുമല്ലോ നമ്മൾ, അതിന് തുല്യമായിട്ട് നമുക്ക് എത്ര നല്ലവരാണെന്ന് പറയാം, അല്ലെങ്കിൽ ഓ താങ്ക് യു, യു ആർ സോ ഗുഡ് എന്ന ഒരു വാക്ക് കേൾക്കുമ്പോണ്ടല്ലോ അവരുടെ മനസ്സിനുണ്ടാവുന്ന ഒരു ആനന്ദം. അത് നമ്മൾ പറയുമ്പോഴും താങ്ക് യു പറയാറുണ്ട്. പക്ഷേ യു ആർ സോ ഗുഡ്, നിങ്ങൾ ഒത്തിരി നല്ലവരാണ് കേട്ടോ, അല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ല. ഞാൻ ഓർത്തു പോവും, ഒരിക്കൽ ബോംബെയിൽ ഒരു എയർപോർട്ടിൽ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് എയർപോർട്ടിൽ അത്യാവശ്യം ഒന്ന് ഫ്രഷ് ആവേണ്ടതായിട്ട് വന്നു. അവിടെ അങ്ങനെ കുളിക്കാനുള്ള സൗകര്യമൊന്നും ആ എയർപോർട്ടിൽ, ഞാൻ പോയതായിട്ടുള്ള എയർപോർട്ടിലെ ബാത്റൂംസിലില്ല. പക്ഷേ എനിക്കന്ന് അത്യാവശ്യം അവിടെ എൻ്റെ ഒന്ന് ഫ്രഷ് ആയേ പറ്റുമെന്ന് എനിക്ക് തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി പോയി ഡ്രസ്സൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായിരിക്കുന്ന ഒരു ക്ലീൻ ചെയ്യുന്ന, ബാത്റൂമൊക്കെ എപ്പോഴും തുടച്ചുണക്കി സൂക്ഷിക്കുന്ന ഒരു ലേഡി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് അവിടെ സൈഡിൽ വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഫ്രഷായി വന്നു, കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ പുറത്ത് വരുമ്പോൾ അത്ര സമയം അവരവിടെ നിന്നിരുന്നു. അവരവിടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അവരവിടെ നിൽക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരു കംഫർട്ടാണ്, ഒരു പബ്ലിക് പ്ലേസ് ആണ്, ഇവിടേക്ക് ആരും വരില്ലല്ലോ, അവർ നിൽക്കുന്നുണ്ടല്ലോ എന്നൊരു സുഖം. അതൊക്കെ കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഓ നിങ്ങൾ വളരെ നല്ലവരാണ് കേട്ടോ, എന്നോട് ഇത്ര നന്നായി കോപ്പറേറ്റ് ചെയ്തില്ലേ, താങ്ക് യു എന്ന്. അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം അവരനുഭവിച്ച ആ ഒരു സന്തോഷം, അവരുടെ മനസ്സിൽ നിന്ന് ആ സമയത്തുണ്ടായ ഒരു റിഫ്ലക്ഷൻ, അവരുടെ കണ്ണിലും മുഖത്ത് ആ ചിരി, അത് ആ സമയത്ത് നമുക്ക് കിട്ടിയതായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയുടെ ഒരു ഷെയറിങ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതുപോലെ പല സന്ദർഭങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പെട്രോൾ അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഒരു താങ്ക് യു പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ മനസ്സിലൊരു സന്തോഷം. ഒരു സാധനം, ഒരു ഷോപ്പിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ എന്നാൽ ഞങ്ങൾ വരട്ടെ താങ്ക് യു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നതായിട്ടുള്ള ഒരു സന്തോഷം. ഇങ്ങനെ നോർമൽ തന്നെ ഒരു കാര്യം നമുക്ക് ഡിസേർവ് ചെയ്യുന്നതായിട്ടുള്ള സർവീസ് ആയിരിക്കാം. ഒരു ഷോപ്പിൽ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ അവിടെയുള്ള സെയിൽ ഗേൾസിൻ്റെ അല്ലെങ്കിൽ ബോയ്സിൻ്റെ ഡ്യൂട്ടിയാണ് സാധനങ്ങൾ എടുത്തു തരിക, കാണിച്ചു തരിക, അതൊക്കെ. പക്ഷെ നമ്മൾ വാങ്ങിപ്പോരുമ്പോൾ അവർ ചെയ്ത ആ സർവീസിനെ നിങ്ങൾ നല്ലവരാണ് കേട്ടോ, എനിക്ക് നല്ല സർവീസ് തന്നു, സോ ഹാപ്പി, താങ്ക് യു എന്ന് പറയുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അപ്രീസിയേഷൻസ്, ഇത് നമ്മുടെ ജീവിതത്തിനെ വളരെയധികം മാധുര്യമുള്ളതാക്കി മാറ്റും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു പബ്ലിക് പ്ലേസ് അല്ലേ, ഞാനിവിടെ പോയി സാധനം വാങ്ങിച്ചു, പിന്നെ ആ ഷോപ്പിലേക്ക് പോവോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ ഇപ്പം അവരെ സന്തോഷിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? പക്ഷെ ആ സന്തോഷിപ്പിക്കുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് നിങ്ങളുടെ കൂടെ കൊണ്ടുപോരുകയാണ്. നിങ്ങൾ ആ വ്യക്തിയെ കൂടെ കൊണ്ടുപോരുന്നുണ്ടാവില്ല, പക്ഷെ ആ പോസിറ്റീവ് വൈബ്രേഷൻ അത് നിങ്ങളുടെ കൂടെ നിങ്ങൾ കൊണ്ടുവരും. ഒരു പക്ഷേ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എനിക്കൊരു ഓട്ടോ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോകും, ഒരിക്കൽ ഞാനൊരു വെസ്റ്റ് ഹിൽ സെൻറ്ററിലേക്ക് പോകുമ്പോൾ ഒരു ഓട്ടോ വിളിച്ചു പോയി. ആ ഓട്ടോ വിളിച്ചു പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ നോട്ട് കൊടുത്ത സമയത്ത് 24 രൂപയെ അന്ന് മീറ്ററിൽ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. 30 രൂപ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്തപ്പോൾ രാവിലെ നേരത്താണ് ആ ഓട്ടോ ഡ്രൈവർ ബായിൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല. ഞാൻ പറഞ്ഞു, സാരല്ല ബായി, അത് വെച്ചേക്കൂ, ഇന്ന് രാവിലെ തന്നെയല്ലേ, കൈനീട്ടല്ലേ, ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ഇത് കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഒരിക്കൽ ഒരു സ്ഥലത്ത് ക്ലാസ് കഴിഞ്ഞ് രാത്രി 8 മണി നേരത്തെ ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഓട്ടോ ഒന്നും കിട്ടാനില്ല. അപ്പം ഞാനിവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഫാമിലി, ഹസ്ബൻഡ് വൈഫും കുട്ടിയും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഹസ്ബൻഡ്, ആ ഫാമിലിയിലെ ഹസ്ബൻഡ് ആയിരിക്കുന്ന ബ്രദർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഓട്ടോയ്ക്ക് ആദ്യം ചാടി കയറിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പോകണം, വീട്ടുകാർക്ക് കയറണമെന്ന്. ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു,
നിങ്ങൾ ഇറങ്ങി, ഞാൻ ആ സിസ്റ്ററെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു ഫാമിലി അല്ലേ, നിങ്ങളുടെ വൈഫിന് എന്തായാലും നിങ്ങൾ കൂട്ടുണ്ടല്ലോ, അവരൊറ്റയ്ക്ക് നിൽക്കല്ലേ, ഞാൻ അവരെ കൊണ്ടുപോട്ടെ എന്ന്. ഇദ്ദേഹത്തെ ഇറക്കി എന്നെ കയറ്റി. ഞാൻ ആകെ വണ്ടർ അടിച്ചു പോയി, ഇങ്ങനെ എന്നോട് സ്നേഹത്തോടെ കയറ്റാൻ ആരാണ് എന്ന്. അപ്പോൾ ഞാൻ കയറി ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് ഓട്ടോറിക്ഷ എടുത്തപ്പോൾ എന്നോട് പറയാം, സിസ്റ്റർക്ക് ഓർമ്മയുണ്ടോ അന്ന് വെസ്റ്റിയിൽ കൈനീട്ടം തന്ന സിസ്റ്റർ എന്നെ വിട്ടില്ലേ, ആ ബായിയാണ് ഞാനെന്ന്. കൊച്ചുകാരിയാണ്. ആ സമയത്ത് രാത്രി 8 മണിക്ക് ഒറ്റയ്ക്ക് ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഓട്ടോകൾ വരുന്നില്ല, മഴ ചെന്നം പിന്നെ മഴ എന്ന് പറഞ്ഞ പോലെ മഴ പെയ്യുന്നുണ്ട്. ആ വണ്ടി കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു 6 രൂപ അന്ന് കൊടുത്തതിൻ്റെ ഒരു താങ്ക് യു അന്ന് എനിക്ക് വലിയ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ പോലും അറിയില്ല ആ കൊച്ചു കൊച്ചു സപ്പോർട്ടുകൾ വലിയ വലിയ സഹായങ്ങളായിട്ട് നമ്മുടെ കൂടെ വരുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു നഷ്ടവും സംഭവിക്കില്ല, പക്ഷെ വലിയ വലിയ നേട്ടങ്ങളായിക്കൊണ്ട് ആശീർവാദമായിക്കൊണ്ടും സഹായമായിക്കൊണ്ടും നമ്മുടെ കൂടെ വരും. അതുകൊണ്ട് ഈ കൊച്ചു കൊച്ചു ടിപ്സിനെ ഉപയോഗിക്കണം. നിങ്ങളുടെ ജീവിതം മോസ്റ്റ് സ്വീറ്റാക്കി മാറ്റണം. നിങ്ങളുടെ ജീവിതം എന്നും മാധുര്യമേറിയതായി മാറട്ടെ എന്നും കൊതി തീരാത്ത ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.